ഹായ്. നമ്മുടെ ഒരു സുഹൃത്തുമായി ചേർന്നിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ്. നാളെ മുതൽ എന്നും രാവിലെ 6 മണിക്ക് നടക്കാൻ പോകും. പിറ്റേന്ന് തന്നെ പറഞ്ഞതുപോലെ രണ്ടുപേരും കൃത്യമായി രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോയി. രണ്ടാമത്തെ ദിവസവും പോയി. പക്ഷെ മൂന്നാമത്തെ ദിവസം നമ്മുടെ സുഹൃത്ത് വന്നില്ല. പിന്നെ കണ്ടപ്പോൾ എന്തോ ഒരു എക്സ്ക്യൂസ് പറഞ്ഞു. അടുത്ത ദിവസം വന്നു, പിന്നെയുള്ള 2 ദിവസം വന്നില്ല. പിന്നെ ആ ഗ്യാപ്പ് നീണ്ടു. പിന്നെ വല്ലപ്പോഴുമൊക്കെ വരുമെന്നായി. ഈ നടത്തത്തിൽ മാത്രമല്ല, ഈ സുഹൃത്ത് മറ്റു പല കാര്യങ്ങളിലും ഇതുപോലെ കൃത്യത പാലിച്ചില്ലെങ്കിൽ പിന്നെ ആ സുഹൃത്തിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ഒരു ചിത്രം എന്തായിരിക്കും? ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കാത്തയാൾ, റിലയബിൾ അല്ലാത്ത, ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ എന്നുള്ള രീതിയിലായിരിക്കില്ലേ? അയാളെ പിന്നെ നാളൊരു കാര്യം നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ തോന്നില്ല. കാരണം ഒരു ട്രസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല. അവിടെയാണ് ഒരു പ്രധാന ചോദ്യം വരുന്നത്. നമ്മൾ തന്നെ നമ്മളോട് ഇതുപോലെ നിരന്തരമായി വാഗ്ദാന ലംഘനം നടത്തിയാൽ എന്താണ് സംഭവിക്കുക? നാളെ മുതൽ ഞാൻ കൃത്യം ഇത്ര സമയത്ത് എഴുന്നേൽക്കും, ഇത്ര സമയം എക്സർസൈസ് ചെയ്യും, ഇത്ര സമയം പഠിക്കും, ഇത്ര സമയം ജോലി ചെയ്യും എന്നൊക്കെ സ്വയം വാഗ്ദാനം കൊടുക്കുകയാണ്. എന്നിട്ടോ ഒന്നോ രണ്ടോ ദിവസം ഒരു ആവേശത്തോടെ കൃത്യമായി അത് പാലിച്ചിട്ട് പിന്നെ മെല്ലെ ഉഴപ്പാൻ തുടങ്ങിയിട്ട് കുറച്ചു ദിവസം കഴിയുമ്പോൾ അങ്ങനെ ഒരു സ്വയം വാക്ക് കൊടുത്ത കാര്യം പോലും മറന്ന രീതിയിൽ അത് അല്പവും പാലിക്കാതെ കടന്നു പോവുകയാണെങ്കിലോ, ഇതുപോലെ തന്നെ പല പല കാര്യങ്ങളിലും ആവർത്തിക്കുകയോ കൂടി ചെയ്താലോ എന്താണ് സംഭവിക്കാന്നറിയോ? നമ്മൾ പോലും അറിയാതെ നമ്മളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു ഇമേജ് സൃഷ്ടിക്കപ്പെടും. അതായത് എനിക്ക് എന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല, ഞാൻ അത്ര ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല, വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്ന ഇമേജ്. സ്വയം ഒരു അവജ്ഞ തോന്നുന്ന തരത്തിലുള്ള ഇമേജ്. ഇതിന്റെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, നമുക്ക് വിശ്വാസമില്ലാത്ത ഒരാളെ നമ്മൾ ഒരു കാര്യം ഏൽപ്പിക്കാൻ മടിക്കുന്നത് പോലെ നമുക്ക് സ്വയം നമ്മളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. സ്വയം ട്രസ്റ്റ് ചെയ്യാൻ കഴിയാത്തവർക്ക് ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ മനസ്സിൽ സൃഷ്ടിക്കാൻ പ്രയാസമായിരിക്കും. കാരണം വലിയ സ്വപ്നങ്ങൾ മനസ്സിൽ കാണുമ്പോൾ ഉള്ളിലൊരു ചൂളലാണ്. കാരണം സ്വയം വിശ്വസിക്കുന്നില്ലല്ലോ. നമ്മൾ വിശ്വസിച്ച് ഉള്ളില് നമ്മുടെ സ്വപ്നങ്ങൾ സൃഷ്ടിച്ചാൽ മാത്രമല്ലേ ഈ പ്രപഞ്ചശക്തിക്ക് അത് നമ്മുടെ ലൈഫിൽ സൃഷ്ടിച്ചു തരാൻ കഴിയുകയുള്ളൂ. സ്വയം ട്രസ്റ്റ് ചെയ്യാത്ത ഒരാളെങ്ങനെയാണ് ഉള്ളിൽ വലിയ സ്വപ്നങ്ങൾ സൃഷ്ടിക്കുന്നത്? ഇതാണ് സ്വയം നിരന്തരം വാക്കുകൊടുത്തിട്ട് അത് തെറ്റിക്കുന്നവർക്ക് വരുന്ന ദോഷം. സ്വയം പവർഫുൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ, മറ്റുള്ളവർ ബഹുമാനിക്കണമെന്നും ട്രസ്റ്റ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നവർ, വലിയ സ്വപ്നങ്ങൾ കാണാനും അത് നേടിയെടുക്കാനും ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് അവരവരുടെ തന്നെ ട്രസ്റ്റ് നേടിയെടുക്കുക എന്നതാണ്. ഒരാളെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത് അയാൾ വാക്കുപാലിക്കുമെന്ന് ഉറപ്പുണ്ടാകുമ്പോഴാണ്. അയാൾ വാക്കുപാലിക്കുമെന്ന് ഉറപ്പുണ്ടാകുന്നത് അയാൾ പലതവണ പറഞ്ഞ വാക്കുപാലിച്ച അനുഭവം നമുക്കുണ്ടാകുമ്പോഴാണ്. അപ്പോൾ സ്വയം ട്രസ്റ്റ് വർദ്ധിപ്പിക്കാനും അത് തന്നെ ചെയ്താൽ മതി. നമ്മൾ സ്വയം വാക്ക് കൊടുത്തിട്ട് നിരന്തരം ഇനി അത് പാലിച്ചാൽ മതി. അതിനൊരു തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാനുള്ളത് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിമ്പിൾ ഡിസിപ്ലിൻ ഉണ്ടാക്കി അത് കൃത്യമായി പാലിക്കുക എന്നതാണ്. ഇപ്പോൾ ഡെയിലി ചെയ്യുന്ന ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ അഫർമേഷൻ ചൊല്ലലോ ഗ്രാറ്റിറ്റ്യൂഡ് എഴുത്തോ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ബോഡി എക്സർസൈസുകളോ എന്തായാലും ജീവിതത്തിൽ ഗുണപ്പെടുന്ന ഒരു ശീലം തീരുമാനിച്ചിട്ട് അത് കൃത്യമായി മുടങ്ങാതെ ചെയ്യുക. കാരണം നമ്മൾ ഓരോ തവണയും സ്വയം വാക്കുപാലിക്കുമ്പോൾ അതൊരു ചെറിയ കാര്യമാണെങ്കിൽ കൂടിയും ഉള്ളിൽ ഒരു വിശ്വാസം ബിൽഡ് ചെയ്യപ്പെടുകയാണ്. അതൊരു മസിൽ പോലെയാണ്. ഓരോ പ്രാവശ്യവും നമ്മൾ വാക്കുകൾ പാലിക്കുമ്പോൾ ആ മസിലിന്റെ ബലം വർദ്ധിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതുവരെ പല പല വാഗ്ദാന ലംഘനങ്ങൾ സ്വയം നടത്തി സ്വയം ഒരു അവജ്ഞ ഫീൽ ചെയ്തിരുന്ന ആ ഒരു ചിത്രം, ആ ഒരു സെൽഫ് ഇമേജ് മാറി ഉയർന്ന ലെവലിലേക്ക് സ്വയം കാണാൻ തുടങ്ങും. അതായത് ഒരു ഉയർന്ന സെൽഫ് ഇമേജിലേക്ക് വരും. ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളാണ് എന്ന വിശ്വാസം മനസ്സിൽ വളരും. അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും, സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കും, വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയും. ആ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഉയർന്ന ചിന്തകളും മനസ്സിൽ കൺസിസ്റ്റന്റായി നിലനിർത്താൻ പറ്റും. ഉയർന്ന ചിന്തകൾ മനസ്സിൽ സ്ഥിരമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു ഉയർന്ന ജീവിതത്തിലേക്ക് ഈ പ്രപഞ്ചശക്തി നമ്മെ നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി ഒരു സെൽഫ് ഡിസിപ്ലിൻ ഫോം ചെയ്യുക. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ സെൽഫ് ലവിന്റെ ഭാഗമാണ്. സ്വയം അച്ചടക്കം പാലിച്ച് ജീവിക്കുന്നത് സ്വന്തം ജീവിതത്തിനോടുള്ള സ്നേഹപ്രകടനമാണ്. തീർച്ചയായും ആ ഒരു സ്നേഹപ്രകടനം ജീവിതം നമുക്ക് നന്മകളായിട്ട് തിരിച്ച് പ്രകടിപ്പിക്കും. എല്ലാവർക്കും മികച്ച ഒരു സെൽഫ് ഡിസിപ്ലിൻ ഫോം ചെയ്യാനും അത് കൃത്യമായി പാലിച്ചുകൊണ്ടൊരു മികച്ച സെൽഫ് ഇമേജ് ഉള്ളിൽ സൃഷ്ടിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.